അങ്ങനെയുള്ളൊരു സുവിശേഷ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ. അതെന്താ? യേശുക്രിസ്തുവിനെ പറ്റി അടുക്കടുക്കായിട്ട് ഈ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ ധാരാളം വിശേഷതകളുണ്ട്. എനിക്കത് ഇഷ്ടമാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം ഒരു പ്രവാചകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രവാചകയാണ്. പുള്ളിയും പ്രവാചകൻ, ഭാര്യയും, രണ്ടുപേരും പ്രവചന ശുശ്രൂഷ. അതെന്തോ ഒരു അനുഗ്രഹമാണ്. ഇത് ഒരാളാണെങ്കിൽ മറ്റേ ആൾ ഇതിനെതിരാണെങ്കിൽ അതോടെ കുഴഞ്ഞ് തീർന്നു. അനേക ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്കെല്ലാം പിന്നണിയിൽ നിന്ന് അവരേക്കാൾ നന്നായിട്ട് വർദ്ധിക്കുന്നത് സഹോദരിമാർ. അവരടഞ്ഞാൽ അതോടെ തീർന്നു. ദൈവത്തിന് മഹത്വം. അവർ പക്ഷേ സ്റ്റേജിലൊന്നും അധികം വിലസുന്നില്ലെന്നേ ഉള്ളൂ. അവർ താഴെ ഇരുന്ന പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പലരും തിളങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ അദ്ദേഹം പ്രവാചകൻ, സഹോദരിയും പ്രവാചകി. 2 പിള്ളേരുണ്ടായിരുന്നു. അവരും വലിയ തരക്കേടില്ല. ഒരുത്തൻ്റെ പേരാണെങ്കിൽ ചില നീളമുള്ള പേരാ, അല്ലയോ? വേറെ പുസ്തകത്തിലെ ഏറ്റവും വലിയ പേരും അങ്ങനെ തന്നെ. 8:2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അറിവുള്ള വാക്യമല്ലയോ? 8:3 വായിച്ചേ. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശലാൽ ഹാഷ്ബസ് എന്ന് പേർ വിളിക്കും. അതൊരു ഇറക്കനെ 7:3 കൂടെ വായിച്ചോ. താള് പുറകോട്ട് മറിച്ച് വെച്ച്. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ മകൻ ശയാർ യാശൂബും. വേറൊരു ചെറുക്കനെ, 2 പിള്ളേർ. അപ്പൊ 2 പിള്ളേരും വലിയ തരക്കേടില്ല. വാക്കുകളുടെ അർത്ഥമൊന്നും ഇപ്പൊ പറയുന്നില്ല. സഹോദരിയും അദ്ദേഹവും എല്ലാം കുടുംബമായി വേലയാണ്. ദൈവത്തിന് മഹത്വം. നല്ല ശുശ്രൂഷ. ഇന്നാളൊരു ഉപദേശി പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇപ്പോൾ സഭയുടെ ചുമതലയുണ്ടോ? ഇതൊന്നും ഇവിടെ പൊതുവി പറയേണ്ടതില്ല, എന്നാലും പറയേണ്ടതായിട്ട് വന്നിരിക്കുക. ഇപ്പം ഇല്ല, എങ്ങുമില്ല. ഞാൻ ചോദിച്ചേനോ, പിള്ളേർ പറഞ്ഞ് ഇനി സഭയുടെ ചാർജ് ഒന്നും എടുക്കണ്ടെന്ന് പിള്ളേർ പറഞ്ഞെന്ന്. അപ്പം നേരത്തെ പിള്ളേരൊക്കെ നല്ല സെറ്റപ്പായി. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയും ഒക്കെ ചെന്നാൽ നല്ല സെറ്റപ്പായി. ഇപ്പം പിള്ളേർ പറഞ്ഞ് ഇനി പപ്പായും മമ്മി. അപ്പം ഈ പുള്ളി ഇത്രയും നാൾ വേല ചെയ്തത് പിള്ളേരെ സെറ്റപ്പാക്കാനാണ്. കാഴ്ചപ്പാടുള്ളവർക്ക് സഭ കൊടുക്കാതെ ഇവൻ കടന്നു പിടിച്ച് ഇതിനകത്ത് കയറി അടക്കോടി ഇരിക്കും പോലെ സെൻട്രൽ പാസ്റ്റേയും 2-3 അടിച്ച്, കേന്ദ്രത്തെയും 2-3 അടിച്ച്, ഇവൻ വലിയ സഭയെല്ലാം പിടിച്ചേച്ച് ഇപ്പം പിള്ളേർ പറഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കാണുമായിരിക്കൊന്നും വെളിപ്പെടാത്ത കൊണ്ടാണ്. ആർക്കറിയാം ഇതൊക്കെ? അണ്ടിയോടടുക്കുമ്പോൾ ആ മാങ്ങായുടെ പുളി അറിയുന്നത്. ദൈവത്തിന് മകത്ത് എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട്. പിന്നെ പാസ്റ്ററെ പേടിച്ചെല്ലാം പമ്മിയിരിക്കുക. ദൈവത്തെ പഠിച്ചിട്ടൊന്നുമല്ല. ദൈവത്തിന് മകത്വം. ഞാൻ 100 തെളിവ് തരാം. പിള്ളേരെ സെറ്റപ്പാക്കാനല്ല ശുശ്രൂഷ. ഇന്നാളൊരാൾ പറഞ്ഞ് പിള്ളേരൊരു കര പറ്റിയിട്ട് ഞാൻ ഇതെല്ലാം അങ്ങ് നിർത്തുമെന്ന്. അങ്ങനെയുള്ള ധാരാളം എണ്ണമുണ്ട്. സാർ ഇവരെ കണ്ടുകൊണ്ടൊരു പാട്ട് എഴുതി, അത് പാടിയേക്കാം. വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല പോലെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ. സ്ത്രീജനത്തിന് മിത്രമായി സൂപദേശം കൊണ്ടുപോകുന്ന പാപമതു നാട്ടി ചെയ്തു പാപികളെ തിരഞ്ഞി കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ. അപ്പൊ ശ്രദ്ധിക്കുക. എന്നാൽ ഈ കുടുംബം, അദ്ദേഹം പ്രവാചകൻ, ഭാര്യ പ്രവാചകി, 2 പിള്ളേര്. മാത്രമാണോ യെശയ്യാ പ്രവാചകന്റെ വേറൊരു വിശേഷത? ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ. ഞാൻ എപ്പോഴും പറയും, ശുശ്രൂഷ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാലത്താ. ദൈവദാസനെ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് ആരുടെ കാലത്ത്? ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹസ്കിയാവ് എന്നിവരുടെ കാലത്ത്. ഇവരുടെ കാലത്ത് ആ ശുശ്രൂഷ ഏതാണ്ട് 50 കൊല്ലം പുള്ളി പ്രവചന ശുശ്രൂഷ നടത്തി. 50 കൊല്ലം. അത് ചെറിയ കാര്യമാണോ? നമ്മുടെ ഇടയിൽ ചിലർ 2-3 കൊല്ലം ഒരു ഇളക്കവും വെപ്രാളം കഴിഞ്ഞ് വെച്ച് പിന്നിപ്പം ഇല്ല. ഒരു പൂതിയിളക്കം. 50 കൊല്ലം ശുശ്രൂഷ ചെയ്തു. ഈ 50 കൊല്ലത്തിനിടയ്ക്ക് കരുത്തന്മാരായ 4 രാജാക്കന്മാരാ ഭരിച്ചത്, അല്ലേ? ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹസ്കിയാവ്. 4 എണ്ണം. 4 നല്ല പറ്റിയ പുള്ളിക്കാരാ.
അവരുടെ കാലത്താ ശുശ്രൂഷിച്ചേ. ചില പാസ്റ്റേഴ്സിനോടും ദൈവദാസന്മാരോടൊക്കെ ചില ചോദിക്കും, എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, ചില ഇന്നടത്തിന്. അയ്യോ അവിടെ ഇരുന്നതാണോ? അവിടെ ഇരുന്നതാ. അവിടെ അല്ലയോ മറ്റേ ഇന്ന പുള്ളി? പുള്ളി അവിടുത്തെ എങ്ങനെ ഇരുന്നു? ചില പറയും ദൈവം ഇരുത്തി. അപ്പൊ ഈ പ്രഗത്ഭരായ 4 പേരുടെ കാലത്താ യെശയ്യാവ് പ്രവചിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാ. ആരാ? ഉസിയാവ്, യോദ, ആഗാസ്, ഹിസ്കിയാവ്. 4 നല്ല ഏറ്റ പുള്ളിക്കാരാ. 1-2 കാര്യം പറഞ്ഞേക്കാം, അത് നല്ലതാ. ഉസിയാവ് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവന്. 26-ാം അധ്യായത്തിൻ്റെ 16 വായിക്കണം, പിന്നെ 19. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16 ആദ്യം വായിക്കണം, അത് കഴിഞ്ഞ് 19 വായിക്കണം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ഇച്ചിരി 10 പുത്തനും ചുറ്റുപാടും വരുമ്പോഴാണല്ലോ നിഗളം. സ്ഥാനം കിട്ടുമ്പോൾ, ഇച്ചിരി കാശ് കിട്ടുമ്പം, പഴയ പരുവക്കേട് മാറ്റുമ്പം, ആ കാക്കക്കേടെല്ലാം മാറുമ്പം പലതിനും. പണ്ട് മുട്ടയിരുന്ന് ആരാധിച്ച് അവറാച്ചന് ഇപ്പം പിള്ളേർ അമേരിക്കയിലും ഗൾഫിലും പേർഷ്യയിലും ഒക്കെ പോയി 10 പുത്തനായി, വീടായി, ഒരു വണ്ടിയായി. ഇപ്പം അവറാച്ചൻ ആരാധന. അപ്പം അവറാച്ചൻ ഇങ്ങനെ ടാറ്റ അടിച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് കിട്ടിക്കഴിയുമ്പം ചിലർക്ക്, എല്ലാവരും അല്ലല്ലോ മിക്കവരും. പണ്ട് യോഗത്തിന് വന്നാൽ അറിയാം. ഇപ്പം വരുന്നതും പോകുന്നതും ആരും ഒന്നും അറിയുന്നില്ല. അതാ ഇച്ചിരി കിട്ടിക്കഴിയും ബലവാനായപ്പം ഹൃദയം നിഗളിച്ചു. പിന്നെ അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് എല്ലാം എതിരിക്കുന്നില്ല. ഇവൻ ധൂപം കാട്ടുവാൻ അകത്ത് ചെന്ന് ധൂപകലശം കയ്യിൽ പിടിച്ചു. പുരോഹിതൻ തടഞ്ഞപ്പം പുരോഹിതനെ അതിക്രമിച്ചവൻ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചെന്ന 19 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ബൈബിള് കൈ വെച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ചെല്ല് പിന്നെ ഭാര്യയുടെ കൊടുക്കും, നീ പിടിക്കുക. ഞാൻ 2 കാര്യം, അത് കുറച്ചുകൂടെ മര്യാദയുണ്ട്. ഇത് കക്ഷത്തി വെച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത് കുറച്ചുകൂടെ കാട്ടി. ചെല്ല് മര്യാദക്കാരാ. ഇത് പിടിച്ച് ഞാൻ 2 കാര്യം പറഞ്ഞേച്ച്, അത് കുറച്ചുകൂടെ ഒരു മര്യാദയുണ്ട്. ഇവൻ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുക ഉസിയാവ് കോപിച്ച്. എൻ്റെ ഭാഷ പറഞ്ഞാൽ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. ഇവൻ്റെ കാലത്ത് യെശയ്യാവ് പ്രവചിക്കുന്നു. സഭയെ വഴക്കുണ്ടാക്കുന്നവൻ്റെ കാലത്ത് അവിടെ ശുശ്രൂഷിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്. ദൈവദാസന്മാർക്കൊക്കെ അറിയാം. ഉടക്ക് ടീമുള്ളിടത്തൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ്, അയ്യോ അത് ഭയങ്കര പാടാ. യെശയ്യാവ് അങ്ങനെ ശുശ്രൂഷിച്ച്. അപ്പോൾ ഒന്ന് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ ഉസിയാവ്. യവനൊരു മോനുണ്ടായിരുന്നു യോദാം. പള്ളിയിൽ കയറുകയല്ല. 27-ന്റെ 1 ആയിരുന്നു. യോദാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഗുണമുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. പള്ളിക്കകത്ത് കയറുകയല്ല. ജനമോ മതി. അപ്പം പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിലോട്ട്. ചില മാതാപിതാക്കൾ അറിയാം, പാസ്റ്റർ എന്ന് പോലും പ്രാർത്ഥിക്കണം. എന്നാ പിള്ളേർ ഇപ്പം ആരാധനയ്ക്ക് എങ്ങനെ വരും? നീ ഹോളിൽ കടന്ന് വഴക്കുണ്ടാക്കിയാൽ നിന്റെ തന്തതി കയറുമോ അതിനകത്ത്? നീ കമ്മിറ്റിയാ, കൗൺസിലാ, പ്രസിഡന്റാ, സെക്രട്ടറിയാ, കൊന്തവാന്നും പറഞ്ഞ് ഇതിനകത്ത് കിടന്ന് ഉടക്കുണ്ടാക്കിയാൽ നിന്റെ തലമുറ ഇതിനകത്ത് വരുമോ? നിന്നോടുകൂടെ ഇരിക്കുമോ? അതുകൊണ്ട് ഞാൻ എന്നെയും കൂടെ പ്രതി ചേർത്ത് പറയുക, കുഞ്ഞുങ്ങളുടെ മുൻപിൽ മര്യാദയോടെ, വിശ്വസ്തയോടെ, ഭക്തിയോടെ, പരമാർത്ഥതയോടെ ജീവിച്ചാൽ നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന് മഹത്വം. അപ്പം പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. 10 ഗുണം 10 ഗുണമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, കണ്ണൻ്റെ മൂട്ടി കാളി ഉണ്ടാകുകയായിരുന്നു. കണ്ണന്മാരുടെ ചോട്ടി കണ്ണന്മാരുടെ വിത്ത് തന്നെയാണ് വരുന്നത്. ഇനി ഇയാൾക്കൊരു മോനുണ്ടായിരുന്നു. അവൻ അതിലും വിചിത്രക്കാരനാണ്. 28-ന്റെ 24 28-24 യാഹാസ് ദൈവാലയത്തിൽ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിൽ ഉപകരണങ്ങളെ ഉടച്ച് തുടക്കിയായിരുന്നേ ഗുണം വന്നതിനെ ഉടക്കിയ. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു പള്ളി പൂട്ടി. നല്ല ഫാമിലി. പള്ളി ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രവചിക്കുന്നെന്ന് ഓർക്കണം. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ, പള്ളി വരാത്തവൻ, പള്ളി പൂട്ടുന്നവൻ. തീർന്നില്ല. യവനൊരു മോനുണ്ടായിരുന്നു, അതാ ഹിസ്കിയാവ്. അയാൾ എന്നെ അടുത്തു. നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 14 വായിച്ചേ. എല്ലാം വായിക്കാൻ നേരമില്ല. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ ആശൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന്, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. പിഴ
ഞാൻ അടച്ചു. പ്രശ്നമായി. കേസും കോടതിയും മഴക്കായ്മ പറഞ്ഞ് എന്ത് പൈസ വേണേലും പൈസ ഇറക്കാം. സ്വോത്രകാഴ്ച കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇറക്കാം. വായിര് അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. അടുത്തത്, ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കുടുംബസ്വത്തൊന്നുമല്ല, ദൈവാലയത്തിൽ എടുത്തു കൊടുക്കുക. സ്തോത്രകാഴ്ചയൊക്കെ എടുക്കുമ്പം ഞാൻ എന്നെയും പ്രതിയാക്കി പറയുക. ലോക്കൽ കൺവെൻഷൻ ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും മേഖലയാണെങ്കിലും ജനറൽ ആണെങ്കിലും റോഡ് പണിക്ക് പോകുന്നവൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. കിട്ടുന്നതിൻ്റെ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകുന്ന മാന്യ സഹോദരിമാർ അതിൽ നിന്ന് കിട്ടുന്നത്. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. വണ്ടിപ്പണിയും വഴിപ്പണിയും ഒക്കെ ആയിരിക്കും. ചില ബിസിനസ് എന്തുവാകട്ടെ, ലഭിക്കുന്നതിൻ്റെ നന്മയാണ്. അതാ കൊണ്ടിടുന്നത്. അതാ ഈ ദൈവാലയത്തിൽ വരുന്നത്. അതെടുത്താണോ അശൂർ രാജാവിന് കൊടുക്കുന്നത്? വക്കീല് കുഞ്ഞുഞ്ഞിനും മജിസ്ട്രേറ്റ് അവർക്കും എല്ലാം കൊണ്ട് കൊടുക്കുക. ഗുണ്ടകൾക്കും 10 ഗുണ്ട സ്റ്റേജിൻ്റെ പുറകിൽ, 14 ഗുണ്ട മെയിൻ ഗേറ്റിൻ്റെ അവിടെ. മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്ന്. സ്റ്റേജിലൊക്കെ മിക്കയിടത്തും കസേര പേരെഴുതിയിട്ടിരിക്കുക. അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. വേറൊരുത്തൻ അതിനകത്ത്. എൻ്റെ ദൈവമേ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ദൈവത്തിന് മഹത്വം. ഇതിനകത്തെ പൈസ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. 1 രൂപ അരക്കാശിന് വിലയുള്ളതാ. ദൈവത്തിന് മഹത്വം. കണക്ക് കൊടുക്കണം. ഹിസ്കിയാവ് ഇതെല്ലാം കൂടി എടുത്ത് വായിച്ചേ. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എടുത്ത് കൊടുത്തെന്ന്. പിന്നെ ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്തു. എല്ലാം കൂടെ പള്ളിക്കകത്ത് കട്ടളയെ പൊതിഞ്ഞത് പറിച്ചെടുത്ത് പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളി കയറത്തില്ല. കൊച്ചുമോൻ പള്ളി പൂട്ടി. കൊച്ചുമോന്റെ മകൻ പള്ളിയിൽ ഇരുന്നേലും കൂടെ പറിച്ചെടുത്ത് തീർന്നില്ല. യവനൊരു മോനുണ്ടായിരുന്നു ഹിസ്കിയാവിന്. ആ പേര് തന്നെ ഒരു ഗുണമുള്ളതല്ല. മനേഷേ. പേര് കേൾക്കുമ്പോൾ അറിയാം ആള്. 21 വായിച്ച 21:1 ഇപ്പൊ തന്നെ വായിച്ച അധ്യായത്തിന്റെ വായിച്ച പുസ്തകം ഒത്തിരി വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? ഇത് 12 തന്നെ അധികമാണ്. ചില ഈ കൊച്ചുങ്ങളൊക്കെ ചിമിഴ് പോലെ എന്നാ ബുദ്ധിയാന്നറിയാം ഇതിനൊക്കെ. നമ്മളോർക്കും കുഞ്ഞാണ്. അവൻ കുഞ്ഞാ, പക്ഷെ ഇതുപോലെ. പിന്നെ മനേഷേ അവൻ ചെയ്തത് തന്നെ. അവൻ ചെയ്തത് 7-ാം വാക്യം വായിര്. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കും എന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ, അരുളി ചെയ്ത ദൈവാലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. അങ്ങനുണ്ട്. മനേഷേ ഇവനുണ്ടാക്കിയ അശേര പ്രതിഷ്ഠകളെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഞാനിപ്പോൾ 5 തലമുറയുടെ കാര്യമാണ് പറഞ്ഞത്. 5 തലമുറ. പെന്തിക്കോസ്ത് ചിലരൊക്കെ വലിയ കീർവാണം അടിക്കും. ഞങ്ങൾ 5-ാം തലമുറയാണ്, ഗ്ലോറി. പിന്നെ നല്ല തലമുറയുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. വലിയ വീരസ്യമാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ 5-ാം തലമുറ. 5 തലമുറ. 1-ാം തലമുറ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. 2-ാം തലമുറ പള്ളി കയറുകയല്ല. 3-ാം തലമുറ പള്ളി പൂട്ടി. 4-ാം തലമുറ പള്ളികളെല്ലാം കൂടെ പറിച്ച് ശത്രുവിന് കൊടുത്തു. 5-ാം തലമുറ പള്ളിക്കകത്ത് കൊണ്ട് ആശേരയും സ്ഥാപിച്ചു. 5-ാം തലമുറ വന്നപ്പം പിതാക്കന്മാരും ഭജനമൊക്കെ ഉപേക്ഷിച്ചത് പള്ളിക്കകത്ത് കൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. മിണ്ടാൻ പറ്റുമോ? എതിർക്കാൻ പറ്റുമോ? കാശും കസേരയെല്ലാം അവരുടെ കയ്യിലാണ്. മിണ്ടാൻ പറ്റുമോ? നമ്മൾ വല്ലതും മിണ്ടിയ ഉടനെ ട്രാൻസ്ഫർ അട്ടപ്പാടിക്ക്. അല്ലെ എല്ലാവരോടും കൂടി അവനെ എഴുതി കൊല്ലും, അല്ലേ അവനെ പ്രസംഗിച്ചു കൊല്ലും. ഇപ്പം നിങ്ങൾ ചെല്ലി ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് വയ്യാവേലി ആയല്ലോ എന്ന്.
ഒരു വയ്യാവലില്ല, നമ്മളെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർക്കറിയാം. ഒരു കാര്യം, ഇതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ചിലരുണ്ട്. അത് പറയാനാണ് ഞാനീ വന്നത്. ഇതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഭക്തന്മാരുണ്ട്. അവരെ ഓർത്തായി ഇത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷ ചെയ്തത്, പള്ളി വടക്കുണ്ടാക്കുന്നവൻ, പള്ളി പൂട്ടുന്നവൻ, പള്ളി കയറാത്തവൻ, പള്ളിയിലെ സാധനം വിൽക്കുന്നവൻ, പള്ളിക്കകത്ത് ബിംബത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കും. ഇവന്മാരുടെ കാലത്ത് യെശയ്യാവ് പ്രവചിച്ചു. പ്രവചനത്തിന് ഭംഗമൊന്നും വന്നില്ല. ശുശ്രൂഷ മുടക്കിയില്ല, കൂട്ടായ്മ മുടക്കി. എൻ്റെ ഭാഷയാ, കൂട്ടായ്മ ആരാധന ഒന്നും മുടക്കിയില്ല. അതെന്നാ യെശയ്യാവ് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ കാര്യം? വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്, ഈ പള്ളി പൂട്ടുന്നവനും പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളി പ്രശ്നം ഉണ്ടാക്കുന്നവനും ഇവരുടെ എല്ലാം കാലത്ത് യെശയ്യാവ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ കാര്യം പണത്തിൻ്റെ കൊഴുപ്പോ കസേരയുടെ വലിപ്പമോ രാഷ്ട്രീയ ബലം കൊണ്ടൊന്നുമല്ല. യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 20, 21 തിരുവെടുത്തൊന്ന് വായിച്ച്. ഒരു പ്രയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 12-ന്റെ 20, 21 ഒന്ന് വായിച്ചേ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ 40-41 12-ന്റെ അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന്. അത് യെശയ്യാ പ്രവചനം 9-ലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് പറയും. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അടുത്ത പദം ചേർന്ന് വായിച്ചു. അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി, അടുത്തത് ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അടുത്തത് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. അവനെ കുറിച്ച് മതി. യേശുക്രിസ്തുവിന്റെ തേജസ് യെശയ്യാവ് കണ്ടു. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ പള്ളി വഴക്കുണ്ടാക്കുമ്പോൾ യെശയ്യാവ് വഴക്കല്ല ശ്രദ്ധിക്കുന്നത്, യേശുവിന്റെ തേജസ്സാണ്. ഇന്ന് രാത്രി ഞാൻ ബന്ധിക്കോസുകാരോടും എല്ലാ കോസുകാരോടും പറയാം, പള്ളി വഴക്കുണ്ടാക്കുന്നവൻ കാണും, പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന നീ അത് നോക്കണ്ട, നീ അവന്റെ പുറകെ പോകണ്ട, അതിന് അഭിപ്രായവും പറയണ്ട. ഞാനും നീയും യേശുവിന്റെ തേജസ് കാണണം. പള്ളി വരാത്തവർ കാണും, പള്ളി കയറാത്തവർ കാണും, പള്ളി പൂട്ടുന്നവർ കാണും. അതൊക്കെ അവർ ചെയ്യട്ടെ, അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി അന്ന് മേടിച്ച് കെട്ടിക്കോളും. പക്ഷേ ഞാനും നിങ്ങളും ഇതൊന്നും കണ്ട് തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്. ഞാനും നിങ്ങളും കാണരുത് യേശുവിൻ്റെ തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്. മാറത്ത് പൊൻകച്ച് കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കിന്റെ നടുവിൽ നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്നത് അയ്യോ പൈതലേ, ഞാനും നീയും കാണേണ്ടത് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തേജസ്സാ കാണണ്ടേ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കക്ഷികളെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴെല്ലാം യെശയ്യാവ് 50 കൊല്ലം ശുശ്രൂഷിക്കാൻ തന്നെ പ്രാർത്ഥനയാക്കിയതിൻ്റെ മാർമിക വിഷയം തേജസ് കണ്ട് യേശുവിൻ്റെ. അതെങ്ങനെയാ തേജസ് കണ്ടത്? ഓടിച്ച് പറഞ്ഞാൽ ഭാഗം വിടാം. യേശുവിൻ്റെ തേജസ് കണ്ടത് ഇങ്ങനെ 6-ാം അധ്യായത്തിൻ്റെ 1 വായിച്ചു. 6-ന്റെ 1 യെശയ്യാവ്. രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ. സാധാരണ ഈ വാക്യങ്ങൾ ഞങ്ങൾ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ആദ്യം പ്രസംഗിച്ച് തുടങ്ങുന്നത് ഈ വാക്യമാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ. ചില സഭയിലൊക്കെ വിടുമ്പോൾ ഞാൻ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്. അമ്മമാരൊക്കെ ഞങ്ങളെ ഊറി എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പറയും, ഇളകി നിൻ്റെ ജീവിതത്തിൽ ഉസിയാവ് മരിക്കണം എന്നൊക്കെ ഞങ്ങളും പറയും. അമ്മയൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉസിയാവ് മരിച്ചെന്നുള്ളത് നിൻ്റെ ജീവിതത്തിൽ ഉസിയാവ് മരിക്കണം, മരിച്ചെങ്കിൽ ദർശനം ഇത് ശരിയാണ്. ഉസിയാവ് മരിച്ചെന്നുള്ള പ്രയോഗം ഒരു കാലക്കണക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. ഉസിയാവ് മരിച്ച ആണ്ടില്ല പുള്ളി ഈ ദർശനം കണ്ടത്. അത് രാജാക്കന്മാരുടെ ആണ്ടുകളൊക്കെ പറയും. അതെന്തിനാ? അത് തെറ്റാതിരിക്കാനാ. 14-28 വായിച്ചേ. യെശയ്യാവ് 14-28. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ. അവിടെ മരിച്ച ആണ്ടിലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു കണക്ക് പറയുക. ഇവിടെ ഉസിയാവ് മരിച്ചു, അവിടെ ആഹാസ് എന്ന് പറഞ്ഞാൽ തർക്കം വരാതിരിക്കരുത്. ഇന്നയാടെ കാലത്തായി ശുശ്രൂഷ ചെയ്തെന്നാ. അപ്പൊ എന്തായാലും ഇനി മറുവശം, ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്നത് യെശയ്യാവ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുത്തെ തേജസ് കണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ ഇവര് ഫസ്റ്റ് കസിനുമൊക്കെയാ, ബന്ധുക്കാരാ. യെശയ്യാവും ഉസിയാവും ഇവരെല്ലാം രാജകുടുംബത്തിൽപ്പെട്ടവരാ, റോയൽ ഫാമിലിയാ.
അപ്പോൾ ഇവർ ബന്ധുക്കളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് ഹൃദയവേദന വന്നെന്ന ആള് ചില വഴക്കും പുക്കാറുമൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യമൊക്കെ ഗുണമുള്ള കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയല്ലേ, വേവിച്ചരിച്ചിട്ട് കുടിക്കുമെങ്കിലും യോഗം മുടക്കുകയല്ല. വേവിച്ചരിച്ചിട്ട് കുടിക്കുമെന്നുള്ളൂ, എന്നാലും പിന്നെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അങ്കമാമ ഇച്ചിരി നുണയും കൊതിയും പറഞ്ഞാലും ആത്മാവിലാകും. അപ്പം അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ചില പാസ്റ്റർമാരെ പറ്റി പറയും നല്ല പ്രസംഗമാണ്, പക്ഷേ പുള്ളി വേറെ ആരും പ്രസംഗിച്ചാൽ പ്രതികരിക്കുകയല്ല, അതിലിങ്ങനെ വാർത്താൻ കളിച്ചിരിക്കും. ആ കാര്യത്തിൽ ഞാൻ ജോൺസൺ പാസ്റ്ററെ ബഹുമാനിക്കുക. ഞാൻ ചിലപ്പോൾ ലൈവൊക്കെ കാണും. ദൈവദാസന്മാർ ശുശ്രൂഷ അങ്ങനെ വേണം. ചിലക്കൊണ്ട് മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ പ്രതികരിക്കുകയല്ല. ഇവരെടുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ 66 കവിയെ പിടിച്ച പോലെ ഇരിക്കണം. അങ്ങനെയുള്ളവർ പ്രസംഗിച്ച് അനങ്ങരുത്. അനങ്ങരുത്. നിങ്ങൾ വാക്യവും വായിച്ചു കൊടുക്കരുത്. അവൻ തന്നെ വാക്യം വായിക്കണം, തന്നെ കിടന്ന് അലറണം. മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ ഇവൻ അനങ്ങത്തില്ല. ഞാൻ ഞങ്ങളുടെ സഭയിൽ പാസ്റ്ററെ പോലെ ഞാനും അത്ര നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളുടെ സഭയിൽ ആര് വന്ന് പ്രസംഗിച്ചാലും ഞാൻ ചൂപ്പാസൊക്കെ വാക്യം വായിച്ചു കൊടുക്കും, സ്തോത്രവും പറയും. അവരെ ഉത്സാഹിപ്പിക്കും. അങ്ങനെ വേണം. ഇത് ഞാൻ സെൻട്രൽ പാസ്റ്റർ, കൗൺസിൽ മെമ്പർ, സെക്രട്ടറി, കമ്മിറ്റി, അതിൻ്റെ ഉന്തം എനിക്കതിനോട് യോജിപ്പില്ല. ഒരു കുഞ്ഞാന്നിൽ എഴുന്നേറ്റ് സ്തോത്രം അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ, അല്ല അവൻ്റെ വചനമല്ലല്ലോ. ഹോവിടെ വചനമല്ലേ പറയുന്നേ, ദൈവത്തിന് മഹത്വം. അപ്പം ഈ ഉസിയാവ് വഴക്കാളിയാണെങ്കിലും കുറേ ഗുണമൊക്കെ ഉണ്ട്. അതിലൊരു ഗുണം, ഒത്തിരി ഉണ്ട്. ഒരു ഗുണം, ഇയാൾ വലിയ കൃഷിപ്രിയനായിരുന്നു. ഉസിയാവേ വലിയ കൃഷിപ്രിയനാണ്. ജലസേചന പദ്ധതിയൊക്കെ പുള്ളിയുടെ കാലത്ത് നല്ല രീതിയിലാണ് പോയത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ജലസേചന പദ്ധതി. ആ വാക്യം ശിവപാസ് കണ്ടോ? ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. അവിടെ ഉണ്ടല്ലോ, കൃഷിപ്രിയനായിരുന്നെന്ന ആ വാക്യം. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ കണ്ടവരൊന്ന് വായിച്ചു. അവൻ കൃഷിപ്രിയനായിരുന്നു. അങ്ങനെ അവന് ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ എടുത്തവരൊന്ന് വായിച്ചു. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട്, ഇവന് താഴ്വീതിയിലും സമഭൂമിയിലും വലിയ ഒത്തിരി കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു. അടുത്തത് അനേകം കിണറുകളും കുഴിച്ചു. ജലസേചന പദ്ധതിക്കൊക്കെ പുള്ളി വലിയ താല്പര്യക്കാരനാ. പിന്നെ അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ കൃഷിപ്രിയനായിരുന്നു. മതി. അപ്പോൾ ഈ ഉസിയാവ് കൃഷിപ്രിയനും ജലസേചന പദ്ധതി കൊണ്ടുവന്നവനും പിന്നെ ഫാമും ഒക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് നല്ല പുരോഗതിയാണ്. ഏതാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഉള്ളത് കൊണ്ടല്ലേ കൾച്ചർ നന്നാകുന്നേ. അഗ്രികൾച്ചറിൽ നിന്നാ കൾച്ചർ. അഗ്രികൾച്ചർ മോശമായപ്പോഴേ കൾച്ചറും, ഇപ്പം കൾച്ചർ ഇല്ലല്ലോ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്ത് നല്ല കൾച്ചറാണ്, കൃഷിപ്രിയനാ, രാജ്യത്തിന് വളരെ പുരോഗതിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വലിയ മനോദുഃഖം. ദൈവമേ, ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനെയാ? ഇവരെല്ലാം രാജകുടുംബക്കാരുമല്ലേ. ഇനി കൃഷിയുടെ കാര്യം, ജലസേചന പദ്ധതി, ആ മൃഗങ്ങളുടെ സംരക്ഷണം, ഇത് ആരാ, എന്തുവാ, എങ്ങനാ? ആ സിംഹാസനത്തിൽ നോക്കിയപ്പോൾ ഇനി ആരാ ഇവിടെ വന്നിരിക്കുന്നത്, ഇരുന്നാ ശരിയാകുമോ, എങ്ങനാ? ഇങ്ങനെയൊക്കെ ചിന്താഭാരം വന്നപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിലിരുന്നു. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ് യെശയ്യാവിനോട് മൗനമായ ഭാഷ പറയുക, യെശയ്യാവേ, ഉസിയാവിൻ്റെ സിംഹാസനത്തിൽ ആളില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഞാനിരിപ്പുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ആരുമില്ല, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നോർത്ത് ആരേലും നിരാശയോടെ ഭാരത്തോടെ ഈ പന്തലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്നോടും കൂടെ ദൂത് പറയുകയാ, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. ഇത് യെശയ്യാവ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന തേജസ് കണ്ടെന്ന. അപ്പൊ എന്താ കണ്ടത്? ഇവിടെ 6-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം കാണുന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനം. ഇനി 53-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചു. അവിടെ എന്തുവാ കാണുന്നത്? യെശയ്യാവ് 53-ന്റെ 7. പെട്ടെന്ന്
തന്നെത്താൻ താഴ്ത്തി ആ. വായെ തുറക്കാതെ ഇരുന്നിട്ടും ആ. അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും കുഞ്ഞാടിനെ പോലെയും ആ. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ ആ. മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ. അപ്പോൾ 53:7 ഒരു കുഞ്ഞാടിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു, 53-ൽ കുഞ്ഞാടിനെ കാണുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുവിനെ കണ്ടെന്നാ, കുഞ്ഞാടിനെ കണ്ടു സിംഹാസനത്തിൽ. അപ്പൊ 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വായിച്ചേ, വെളിപ്പാട് 5:1. ഓടിച്ച് മുമ്പോട്ട് പോകാം, ഇടയ്ക്കത്തെ അങ്ങ് വിടുക. 5:1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവയുടെ സിംഹാസനം കാണുന്നുണ്ട്. ഇനി 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞാട്. യെശയ്യാവ് 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5:1 സിംഹാസനം, 5:6 കുഞ്ഞാട്. ഇനി വെളിപ്പാട് 7:10 വായിച്ച, 7:10. വെളിപ്പാട് 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. സിംഹാസനം കുഞ്ഞാടും അടുത്തടുത്ത് വരുന്നു. യെശയ്യാവ് 6-ൽ സിംഹാസനം, പിന്നെ 53 കുഞ്ഞാട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അടുത്തടുത്ത് വന്ന് 7:5 സിംഹാസനം, 5:6 കുഞ്ഞാടിനെ കാണുന്നു. 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടും സിംഹാസനവും അധികം അകലെയല്ലാതെ. ഇനി അതിന്റെ 17 വായിച്ച്, 7:17. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അടുത്തടുത്ത് അവരെ മേച്ചു. ഏറ്റവും അടുത്തല്ലോ സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട്. ഇത് യെശയ്യാവ് കണ്ടു. ഞാനും നിങ്ങളും കാണേണ്ടത് ഈ ദർശനമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പക്ഷേ പല ആൾക്കാർ ഇതൊന്നും വാല് കാണുന്ന പാമ്പ് പത്തി മമ്മി ഞാൻ കണ്ട് പാമ്പിനെ പത്തി അല്ലാതെ കാലാന്നാ പൊക്കുന്നത്. പാമ്പ് പത്തി പൊക്കിയെന്ന്, പത്തിയല്ലേ പൊക്കണ്ടേ? ഈ പാമ്പിനെ പോത്തിനെ ഒന്നും അല്ല കാണേണ്ടത്, നീ യേശുവിനെ കാണണം. ആ കർത്താവിനെ നന്നായിട്ട് കണ്ടാൽ പള്ളി പൂട്ടുന്നവൻ പൂട്ടും, വഴക്കുണ്ടാക്കുന്നവൻ വഴക്കുണ്ടാക്കും, ഇത് പറിച്ചു വിൽക്കുന്നവൻ അവിടെ വിൽക്കും, പ്രശ്നം ഉണ്ടാക്കുന്നതിന് പ്രശ്നം. നിനക്കതൊന്നും വിഷയമല്ല. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ അത് ചെയ്ത് അവൻ നന്ന് നല്ലവനും വിശ്വാസനാകുന്നത്. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. ഇനി ശിശു ശൈശവത്തിൽ എന്തോ കഴിക്കും. 7:14 വൈര്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും ശൈശവത്തിലെ തൈരും തേനും കൊണ്ട്. തേൻ മോട്ടിച്ച തേനല്ല, അടിച്ചു മാറ്റിയ തേനല്ല. മനസ്സിലാകുന്നുണ്ടോ? മതി. അപ്പുറത്തെ വീട്ടുകാരുടെ കുപ്പിക്കകത്തെ ചില്ലുകുപ്പിക്കകത്തിരുന്ന തേനെ അടിച്ചു മാറ്റി കഴിച്ചെന്നല്ല ഈ പറഞ്ഞത്. ശൈശവത്തിൽ അവൻ തൈരും തേനും അവ എന്തോ ഭക്ഷിക്കും. അതും വെളിപ്പെട്ടു. തീർന്നില്ല, ഒത്തിരി കാര്യമുണ്ട് എല്ലാം പറയാൻ. ദൈവത്തിന് നേരമില്ലല്ലോ. കർത്താവിന് മകത്വം സമയമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. എനിക്ക് ഈ വിഷയമൊക്കെ എൻ്റെ ശൈലി അനുസരിച്ച് പറയണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണം. അത് കുറ്റമായിട്ടല്ല പറഞ്ഞത്, ഉണ്ടല്ലോ ഓരോ രീതി. എന്നാലും നിങ്ങൾ കേട്ടിരിക്കുന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ശിശുവിൻ്റെ വിശേഷത, ദൈവത്തിന് മഹത്വം. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷത. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഏത് കുടുംബത്തിൽ നിന്ന്? ഈശോയുടെ കുടുംബത്തിൽ നിന്ന്. ആ ശിശു ശൈശവത്തിൽ എന്ത് ഭുജിക്കും? തൈരും തേനും. മാത്രമാണോ? ആ ശിശു വളർന്ന് ശുശ്രൂഷ ആരംഭിക്കും. ആ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കും? 9:1 വായിര്. 9:1. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. അടുത്തത്. പണ്ട് അവൻ സെബലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള
ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശുശ്രൂഷ ഗലീലയിലായിരിക്കുമെന്ന് അതും വെളിപ്പെട്ടു. അതിന് ഗലീലക്കാർക്ക് ആർക്കും വലിയ താല്പര്യമില്ല. ഗലീലക്കാരങ്ങനെ വലിയ വിദ്യാനിപുണന്മാരൊന്നും അല്ല. അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമൊന്നും. എല്ലാ മീൻ പിടിക്കുന്നവരെ സാധാരണക്കാരും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. മീൻപിടുത്തക്കാരല്ലേ. അതിൻ്റെതായ പണ്ട് ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ ഒരു അമ്മയോട് ചോദിച്ചു, അമ്മ ഇവർ നിങ്ങളുടെ സഭയിലാണോ? ആ, ഞങ്ങളുടെ സഭയില. ഉടനെ തള്ള എന്നോട് പറയാ, മറ്റേ കൂട്ടരാ. ഞാൻ ചോദിച്ചു, ഏത് കൂട്ടരാ? ഓ, അതെന്തുവാ മോനെ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ തള്ള പറഞ്ഞതാ മറ്റേ കൂട്ടരാന്ന്. ഞാൻ ചോദിച്ചു, അതാരാ? അപ്പം അവർ പറഞ്ഞത് അതുപോലെ പറയാം കേട്ടോ, ക്ഷമിക്കണേ, ഞാനങ്ങ് ക്ഷമ ചോദിക്കുക. പന്നത്തള്ളയ്ക്ക് ബോധമില്ലാതെ പറഞ്ഞേന്. അവർ പറയാ മരക്കാന്മാരാന്ന്. നാളുകൾ കഴിഞ്ഞപ്പം വെള്ളം പൊങ്ങിയപ്പം ആ കടൽ തീരത്തുള്ള മാന്യ സഹോദരന്മാർ കൊല്ലംകാരൊക്കെ വള്ളം കൊണ്ടുവന്ന് ഈ പേ പിടിച്ച പന്നത്തള്ളേനെ വള്ളത്തേലിട്ട് രക്ഷപ്പെടുത്തി. എന്നാ താടിക്ക് കൈ കൊടുത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു? ഉള്ള കാര്യമായി ഉള്ളതായി പറയാന്ന്, ഉള്ളതേ പറയുള്ളൂ. ഈ തള്ള ആരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാർ വള്ളവും എടുത്തോണ്ട് വന്ന് റാന്നി സൈഡിലും ചെങ്ങന്നൂർ സൈഡിലും വന്ന് ഈ പീറ തള്ള അഹങ്കരിക്കരുത് കേട്ടോ. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ വലിയ കുടുംബസേട്ടതയാ, എനിക്ക് വലിയ അതുകൊണ്ട് ദൈവം നിന്നെ അടിച്ച് നിന്റെ ആപ്പീസ് പൂട്ടും. ജീവനുള്ള ദൈവത്തിന്റെ കൈ വിടുന്നത് അത്ര ഭയങ്കരമാണ്. അപ്പൊ അന്നും ഉണ്ടായിരുന്ന ഗലീലക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലയോ എല്ലാവരോടും ആത്മാവ് നിറഞ്ഞ അന്യഭാഷ പറഞ്ഞപ്പോൾ കൂടി വന്ന 18 ഭാഷക്കാർ ഇവരെല്ലാം ഗലീലക്കാരല്ലേ? കാരണം ഇവര് ഇങ്ങനെ മർമ്മം പറയാറായോ? പറയുന്നതെല്ലാം നല്ല. ഇവര് ഗലീല വിദ്യാഭ്യാസമില്ല, ഗലീലക്കാരല്ലയോ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഗലീലക്കാരോട് അങ്ങനെ വലിയ തൃപ്തിയൊന്നും ഇല്ല. പക്ഷെ യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അവിടെ 4:12 മത്തായി വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. മർക്കോസ് 1:14 ആദ്യം വായിരം, എന്നിട്ട് പിന്നെ മത്തായി 4:12 ചേർത്ത് വായിരം. അപ്പം കാര്യം ക്ലിയർ ആകും. മർക്കോസ് 1:12, 14, 16. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 16 വായിര്. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ അപ്പൊ ഗലീലയിലോട്ട് വന്നു. ഇനി മത്തായി 4:12 വായിര്. പെട്ടെന്ന് വായിച്ചോ, നേരമില്ല. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. അടുത്തത് നസ്രത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ ചെന്ന് കടൽക്കരയുള്ള കബർന്നഭൂമിയിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു. ആ സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ എന്റെ ഭാഷയാ കന്നിപ്രസംഗം ഗലീലയില്. അത് അവിടെ നടക്കുമെന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. അതാ യെശയ്യാവ് 9. അങ്ങനെ വെളിപ്പെട്ടപ്പോൾ തിമിരം മാറി, അന്ധത മാറി, ഇരുട്ട് മാറി. ഇന്ന് രാത്രി ജീവിതത്തിന്റെ, ദേശത്തിന്റെ, നാടിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു. ഇന്ന് രാത്രി യേശു ക്രിസ്തു എവിടെ വരും, എവിടെ ഉയർത്തപ്പെടും, അവിടുത്തെ അന്ധത മാറും, തിമിരം മാറും, ഇരുട്ട് മാറും. ഇന്ന് രാത്രി ആരൊക്കെ യേശുവിനെ ഉയർത്തും, എവിടൊക്കെ യേശുവിനെ ഉയർത്തും, അവിടെല്ലാം അവൻ വെളിച്ചമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സൈമൺ സാറ് പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. വെളിച്ചത്തിൻ, രാവിലെ പാടുന്നതാ, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, ഓ വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. കരമുയർത്തി
ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ യെശയ്യാവിനെല്ലാം വെളിപ്പെടുകയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓർഡറായിട്ട് അങ്ങോട്ട് വെളിപ്പെട്ടു. മാത്രമാണോ ആ കർത്താവിന്റെ മരണം, ശുശ്രൂഷ കഴിഞ്ഞുള്ള മരണം, അതാണല്ലോ 53. നമുക്കെല്ലാം അറിയാം, അത് എല്ലാ ആഴ്ചകളിൽ നമ്മൾ വായിക്കുക. 53 ആ മരണത്തെ അടുക്കടുക്കായിട്ട് അങ്ങോട്ട് വെളിപ്പെട്ടു. പങ്കപ്പാടുകൾ സഹിക്കുന്നത്, പീഡ സഹിക്കുന്നത്, ഉപദ്രവമേക്കുന്നത്, ആക്ഷേപമേക്കുന്നത്, അടിയേൽക്കുന്നത്, തകർന്നിരിക്കുന്നത്, മുറിവേറ്റിരിക്കുന്നത് എല്ലാം ഓരോന്നോരോന്ന് വെളിപ്പെട്ട് മാത്രമാണോ അടക്കം സമ്പന്നന്മാരുടെ കൂടെ അതും വെളിപ്പെട്ടു. മാത്രമാണോ ഉയർപ്പ്, അതും യെശയ്യാവിന് വെളിപ്പെട്ടു. അതിനുശേഷമായിട്ട് വീണ്ടും വരുന്ന കാര്യം അതും വെളിപ്പെട്ടു. ഭരിക്കാൻ വരും 32 ഇടയ്ക്കത്തെ എല്ലാം വിടുക, നേരമില്ലാത്തതുകൊണ്ട് 32 വായിര്. രാജാവ് നീതിയോടെ ഭരിക്കും. ഇവിടെ ഭരിക്കുന്നതൊന്നും ശരിയാകുകയല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിയാക്കാന്നൊക്കെ പലരും പറയുന്നെങ്കിലും ശരിയാകുകയല്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ ആണല്ലോ. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇവിടെ ഭരിച്ച ആര് ഭരിച്ചാലും ശരിയാകുകയല്ല. ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചു, ശരിയായില്ല. മേദ്യ പേർഷ്യ ശരിയായില്ല. ഗ്രീസ് ശരിയായില്ല. കാളായസത്തിൻ്റെ കാഠിന്യമുള്ള റോമൻ സാമ്രാജ്യം അതും തകർന്നു പോയി. ഇപ്പം ജനങ്ങളുടെ ഭരണമാ ഇരുമ്പും കളിമണ്ണും യോജിക്കുന്നില്ല, ശരിയാകുകയില്ലെന്നായി പറഞ്ഞ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടം ഭരിക്കുന്നു. കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഭരിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അമേരിക്ക പ്രസിഡന്റ് ഇപ്പോൾ അവിടെ ട്രംപ് ഭരിക്കുന്നു. ലോകത്തിൽ പലരും ഭരിക്കുക, ശരിയാകത്തില്ലെന്നാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലാതെ അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ ആര് ഭരിച്ചാൽ ശരിയാകും? യേശു ഭരിക്കും. യേശു ഭരിക്കാൻ വരും. നമ്മൾ പ്രഭുക്കന്മാർ. അതുകൊണ്ടാണ് ഈ വെളിപ്പാടുള്ള ദർശനമുള്ള ദൈവമക്കൾ ഈ ഇലക്ഷന് നിൽക്കാത്തത്. സ്തോത്രം. അതുകൊണ്ടാണ് വെറുതെ പള്ളും ചള്ളും കേൾക്കാന്നല്ലാതെ. സ്തോത്രം. ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളി പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്. എന്തോ ആണോ? ഇവിടെ ഉള്ളവരുടെ കാര്യം തന്നെ അല്ലല്ലോ പറയുന്നത്. ഈ ഓൺലൈനിലുണ്ട്, ഇതിനകത്തൊക്കെ കാണും. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വെളിപ്പാടുള്ള ദൈവമക്കൾ അതുകൊണ്ട് നിൽക്കത്തില്ല. ഭരിക്കുന്നവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചോണം. ഇനി ഇവിടെ ശരിയായ ഭരണം യേശുവിന്റെ ഭരണമാണ്. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗത്തിനേറ്റെടുക്കും. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോ. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോ. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാണ്. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാണ്. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ഭരണകൂടങ്ങളെ തകർത്തുടച്ചിടുന്ന ഭരണമ പുതുതാക്കും.
പുതുതാക്കും. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം യെരൂശലേമിൻ അനുഭവം. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം യെരൂശലേമിൻ അനുഭവം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ പ്രസംഗത്തിന്റെ മുഖവര വന്നതേ ഉള്ളൂ, വിഷയത്തിലോട്ട് വന്നില്ലെങ്കിലും ഇന്നങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. എനിക്ക് വചനം പറയുമ്പം ഇങ്ങനെ കേട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്, എനിക്കും സന്തോഷമായി. ഈ വചനം എനിക്കും വിടുതല, കർത്താവിനെ പറ്റിയല്ലേ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ജോൺസൺ ദാനിയേൽ അവർ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, അത് നിർത്തുക. ദൈവത്തിന് മഹത്വം. അല്ലെ ഇനി അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞാൽ അത് എനിക്കൊരു ക്ഷീണമാണ്. അതുകൊണ്ടാ ദൈവത്തിന് മഹത്വം. നിർത്തുക. എന്നാ ബൈബിളും പിടിച്ചോ, ഇനി അതിരിക്കുന്നത് ആ പുള്ളി ഇളകുന്ന. എന്നാ വാച്ചും എല്ലാം പിടിച്ചോ. നിർത്തി എല്ലാം നിർത്തി. ദൈവത്തിന് മഹത്വം. ഓരോന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. ഇടയ്ക്കത്തെ എല്ലാം വിട്ടിട്ട് ഒറ്റ വാക്കി പറയാം. ഒടുവിലേ പുതുവാന ഭൂമിയും വെളിപ്പെട്ടു. 66:22 വായിര്, അത് വായിച്ചങ്ങ് നിർത്തുക. 62:26 യേശുവിന്റെ തേജസ് കണ്ടപ്പോൾ സകല വിഷയവും വെളിപ്പെട്ടു. 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും സകല കേസും യെശയ്യാവിന് വെളിപ്പെട്ടു കുട്ടി. ഇന്ന് രാത്രി നീ യേശുവിനെ കാണണം. നിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ മരിച്ച യേശുവിനെ കാണണം. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിനെ കാണണം. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശുവിനെ കാണണം. നിന്നെ വിടിവിക്കാൻ കഴിവുള്ള യേശുവിനെ കാണണം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പ്രാപിച്ച് തിരുമേശിക്കെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തിരുസഭയെ ചേർത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തന്ന് വേളി കഴിഞ്ഞ് തിരിച്ചു വരും. എന്തിന്? ഭരിക്കാൻ വരും. അതാ വായിച്ചതോടെ ഭരിക്കും. അന്നാരും കൈവിടപ്പെട്ടു പോകരുത്. ആ ഭരണത്തിൽ ഞാനും നിങ്ങളും കാണണമെന്നായി പറഞ്ഞത്. മാത്രമാണോ ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് ന്യായം വധിച്ച് ശുദ്ധീകരിച്ച് ഒരു പുത്തൻ ഭൂമിയും പുത്തൻ ആകാശവും അവിടുന്ന് സൃഷ്ടിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. മാത്രമാണോ തന്റെ വിശുദ്ധന്മാരെ തന്നോട് ചേർത്തിരുത്തി കോടി യുഗം നാം ഇവിടെ വസിക്കും കർത്താവിനോട് കൂടെ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം.